ശാന്തി. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ പരിധിയില്ലാത്ത നാടകത്തിൽ നിങ്ങൾ ആത്മാക്കൾക്ക് തൻ്റെതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ശരീരമാകുന്ന വസ്ത്രം മാറ്റി വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. പിന്നെ പുതിയ രാജ്യത്തിലേക്ക് വരണം. ചോദ്യം: ബാബ ഏതൊരു കാര്യം പ്രേരണയിലൂടെ ചെയ്യുന്നില്ല. ബാബയുടെ അവതരണമാണ് ഉണ്ടാകുന്നത്. ഇത് ഏതു കാര്യത്തിലൂടെ സിദ്ധമാകുന്നു? ഉത്തരം: ബാബയെ പറയുന്നത് തന്നെ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും എന്നാണ്. പ്രേരണ എന്നതിൻ്റെ അർത്ഥം വിചാരം എന്നാണ്. പ്രേരണയിലൂടെ പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയൊന്നും ഉണ്ടാകുന്നില്ല. ബാബ കുട്ടികളിലൂടെ സ്ഥാപന ചെയ്യിക്കുന്നു. കർമ്മേന്ദ്രിയങ്ങൾ ഇല്ലാതെ ഒന്നും തന്നെ ചെയ്യിക്കുവാൻ സാധിക്കുകയില്ല. അതിനാൽ ബാബയ്ക്ക് ശരീരത്തിൻ്റെ ആധാരം എടുക്കേണ്ടി വരുന്നു. ഓം ശാന്തി. ആത്മീയ കുട്ടികൾ ആത്മീയ പിതാവിൻ്റെ മുന്നിൽ ഇരിക്കുന്നു. അതായത് ആത്മാക്കൾ തൻ്റെ പിതാവിൻ്റെ സന്മുഖത്ത് ഇരിക്കുന്നു. ആത്മാവ് തീർച്ചയായും ശരീരത്തോടൊപ്പം തന്നെയായിരിക്കും ഇരിക്കുക. ബാബയും എപ്പോഴാണോ ശരീരം സ്വീകരിക്കുന്നത് അപ്പോൾ തന്നെയാണ് സന്മുഖത്ത് ഉണ്ടായിരിക്കുന്നത്. ഇതിനെയാണ് പറയുന്നത് ആത്മാവും പരമാത്മാവും വേർപിരിഞ്ഞിരുന്നു എന്ന്. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഉയർന്നതിലും ഉയർന്ന ബാബയ്ക്ക് തന്നെയാണ് ഈശ്വരൻ, പ്രഭു, പരമാത്മാവ് എന്ന പല നാമങ്ങൾ നൽകിയിരിക്കുന്നത്. പരംപിത എന്ന് ഒരിക്കലും ലൗകിക പിതാവിനെ പറയുകയില്ല. പരംപിത എന്ന് മാത്രമാണ് എഴുതുന്നതെങ്കിലും കുഴപ്പമില്ല. പരംപിത എന്നാൽ ആ ഒന്ന് എല്ലാവരുടെയും പിതാവാണ്, ഒന്നാണ്. കുട്ടികൾക്കറിയാം നമ്മൾ പരംപിതാവിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. പരംപിത പരമാത്മാവും നമ്മൾ ആത്മാക്കളും ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. ഇവിടെ പാർട്ട് അഭിനയിക്കുവാനായി വരുന്നു. സത്യയുഗം മുതൽ കലിയുഗ അന്ത്യം വരെ പാർട്ട് അഭിനയിക്കണം. ഇത് പുതിയ രചനയായി രചയിതാവായ ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. കുട്ടികളായ നിങ്ങൾ ഇങ്ങനെ പാർട്ട് അഭിനയിച്ചു. മുൻപ് ഇത് അറിഞ്ഞിരുന്നില്ല. നമ്മൾ 84 ജന്മങ്ങളുടെ ചക്രത്തിൽ കറങ്ങി എന്ന്. ഇപ്പോൾ കുട്ടികളായ നിങ്ങളോട് തന്നെയാണ് ബാബ സംസാരിക്കുന്നത്. ആരാണോ 84ന്റെ ചക്രം കറങ്ങിയത്? എല്ലാവരും 84 ജന്മങ്ങൾ എടുക്കുക സാധ്യമല്ല. ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. 84ന്റെ ചക്രം എങ്ങനെ തിരിയുന്നു എന്ന്. ബാക്കി ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമേ ഇല്ല. കുട്ടികൾക്കറിയാം നമ്മൾ ഓരോ 5000 വർഷത്തിനു ശേഷവും പാർട്ട് അഭിനയിക്കുവാൻ വരുന്നു. നമ്മൾ പാർട്ട്ധാരികളാണ്. ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റേതും വിചിത്രമായ പാർട്ടാണ്. ബ്രഹ്മാവിൻ്റെതും വിഷ്ണുവിൻ്റെതും വിചിത്ര പാർട്ട് എന്ന് പറയുകയില്ല. രണ്ടും 84ന്റെ ചക്രം കറങ്ങുന്നു. ബാക്കി ശങ്കറിന്റെ പാർട്ട് ഈ ലോകത്തിൽ ഇല്ല. ത്രിമൂർത്തിയിൽ കാണിക്കുന്നുണ്ട് സ്ഥാപന, വിനാശം, പാലന. ചിത്രങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഏതു ചിത്രം കാണിക്കുന്നുവോ അതിനെക്കുറിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കണം. സംഗമയുഗത്തിൽ പഴയ ലോകത്തിൻ്റെ വിനാശം ഉണ്ടാവുക തന്നെ വേണം. പ്രേരണ എന്ന വാക്കും തെറ്റാണ്. ചിലർ ഇങ്ങനെ പറയുന്നു, ഇന്ന് എനിക്ക് പുറത്തു പോകാനുള്ള പ്രേരണയില്ല എന്ന്. പ്രേരണ എന്നാൽ വിചാരം. പ്രേരണയ്ക്ക് മറ്റൊരു അർത്ഥവുമില്ല. പരമാത്മാവ് ഏതെങ്കിലും പ്രേരണയിലൂടെ കാര്യം ചെയ്യുന്നില്ല. പ്രേരണയിലൂടെ ജ്ഞാനം ലഭിക്കുക സാധ്യമല്ല. ബാബ വരുന്നു ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ പാർട്ട് അഭിനയിക്കുവാൻ.
ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണല്ലോ. കുട്ടികളിലൂടെ ചെയ്യിക്കും. ശരീരം ഇല്ലാതെ ചെയ്യുവാൻ സാധിക്കില്ല. ഈ കാര്യങ്ങളെ ആരും തന്നെ അറിയുന്നില്ല. ഈശ്വരനാകുന്ന പിതാവിനെ തന്നെ അറിയുന്നില്ല. ഋഷി മുനി മറ്റും പറയുമായിരുന്നു, നമ്മൾ ഈശ്വരനെ അറിയുന്നില്ല, ആത്മാവിനെയും അറിയുന്നില്ല, പരമാത്മാവായ ബാബയെയും അറിയുന്നില്ല. ആരിലും ജ്ഞാനമില്ല. ബാബയാണ് മുഖ്യ ക്രിയേറ്റർ, ഡയറക്ടർ. ഡയറക്ഷനും നൽകുന്നു, ശ്രീമത് നൽകുന്നു. മനുഷ്യരുടെ ബുദ്ധിയിൽ സർവവ്യാപിയുടെ ജ്ഞാനമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നു, ബാബ നമ്മുടെ ബാബയാണ്. അവർ സർവവ്യാപി എന്ന് പറയുന്നു. അപ്പോൾ പിതാവായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇത് പരിധിയില്ലാത്ത ബാബയുടെ ഫാമിലിയാണ്. സർവവ്യാപി എന്ന് പറയുന്നതിലൂടെ ഫാമിലിയുടെ സുഗന്ധം വരുന്നില്ല. ആ ഒന്നിനെ നിരാകാരി ശിവ് ബാബ എന്ന് പറയുന്നു. നിരാകാരി ആത്മാക്കളുടെ ബാബയാണ്. ശരീരമുണ്ട്, അതിനാൽ ആത്മാവ് ബാബ എന്ന് പറയുന്നു. ശരീരം ഇല്ലാതെ ആത്മാവിന് പറയുവാൻ സാധിക്കില്ല. ഭക്തിമാർഗത്തിൽ വിളിച്ചു വന്നു മനസ്സിലാക്കുന്നുണ്ട്, ആ ബാബ ദുഃഖം ഹരിച്ച് സുഖം ഉണ്ടാക്കുന്നവരാണ്. സുഖം ലഭിക്കുന്നത് സുഖധാമത്തിലാണ്. ശാന്തി ലഭിക്കുന്നത് ശാന്തിധാമത്തിലാണ്. ഇവിടെ ദുഃഖം തന്നെയാണുള്ളത്. ഈ ജ്ഞാനം നിങ്ങൾക്ക് സംഗമത്തിലാണ് ലഭിക്കുന്നത്, പഴയതിനും പുതിയതിനും ഇടയിൽ. ബാബ വരുന്നത് തന്നെ എപ്പോഴാണോ പുതിയ ലോകത്തിന്റെ സ്ഥാപനയും പഴയ ലോകത്തിന്റെ വിനാശവും ഉണ്ടാകേണ്ടത് അപ്പോഴാണ്. ആദ്യം എപ്പോഴും പറയണം പുതിയ ലോകത്തിന്റെ സ്ഥാപന. ആദ്യം പഴയ ലോകത്തിന്റെ വിനാശം എന്ന് പറയുന്നത് തെറ്റാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പരിധിയില്ലാത്ത നാടകത്തിന്റെ നോളജ് ലഭിക്കുന്നു. ഏതുപോലെ ആ നാടകത്തിൽ ആക്ടേഴ്സ് വരുന്നു. അപ്പോൾ വീട്ടിൽ നിന്നും സാധാരണ വസ്ത്രമണിഞ്ഞ് വരുന്നു. പിന്നെ നാടകത്തിൽ വന്ന് വസ്ത്രം മാറുന്നു. വീണ്ടും നാടകം പൂർത്തിയാകുമ്പോൾ ആ വസ്ത്രം മാറ്റി വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾ ആത്മാക്കൾക്ക് വീട്ടിൽ നിന്നും അശരീരിയായി വരേണ്ടതുണ്ട്. ഇവിടെ വന്ന് ഈ ശരീരമാകുന്ന വസ്ത്രം അണിയുന്നു. ഓരോരുത്തർക്കും അവരുടേതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത് പരിധിയില്ലാത്ത നാടകമാണ്. ഇപ്പോൾ ഈ പരിധിയില്ലാത്ത മുഴുവൻ ലോകവും പഴയതാണ്. വീണ്ടും പുതിയ ലോകം ഉണ്ടാകും. അത് വളരെ ചെറുതാണ്. ഒരു ധർമ്മമാണുള്ളത്. കുട്ടികളായ നിങ്ങൾക്ക് ഈ പഴയ ലോകത്തിൽ നിന്നും മാറി പിന്നെ പരിധിയുള്ള ലോകത്തിൽ, പുതിയ ലോകത്തിൽ വരേണ്ടതുണ്ട്. കാരണം അവിടെയുള്ളത് ഒരു ധർമ്മമാണ്. അനേകം ധർമ്മങ്ങളും അനേകം മനുഷ്യരും ഉണ്ടാകുന്നതിലൂടെ പരിധിയില്ലാത്തതാകുന്നു. അവിടെയാണെങ്കിൽ ഒരു ധർമ്മമാണ്, കുറച്ച് മനുഷ്യരാണ്. ഒരു ധർമ്മത്തിന്റെ സ്ഥാപനയ്ക്ക് വേണ്ടി വരേണ്ടി വരുന്നു. കുട്ടികളായ നിങ്ങൾ ഈ പരിധിയില്ലാത്ത നാടകത്തിന്റെ രഹസ്യത്തെ മനസ്സിലാക്കുന്നു. ഈ ചക്രം എങ്ങനെയാണ് തിരിയുന്നത് എന്ന്. ഈ സമയം എന്തെല്ലാം പ്രാക്ടിക്കലിൽ ഉണ്ടാകുന്നു. പിന്നീട് ഭക്തിമാർഗത്തിൽ അതിൻ്റെ ഉത്സവം ആഘോഷിക്കുന്നു. നമ്പർ വാരായി ഏതെല്ലാം ഉത്സവങ്ങളാണുള്ളത്, ഇതും കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ ശിവ് ബാബയുടെ ജയന്തി എന്ന് പറയും. ആ ഒന്ന് വരുമ്പോഴാണല്ലോ പിന്നെ മറ്റ് ഉത്സവങ്ങൾ ഉണ്ടാവുക. ശിവ് ബാബ ആദ്യമാദ്യം വന്ന് ഗീത കേൾപ്പിക്കുന്നു. അതായത് ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം കേൾപ്പിക്കുന്നു, യോഗവും പഠിപ്പിക്കുന്നു. അതോടൊപ്പം നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യമാദ്യം ബാബ വന്നു, ശിവജയന്തി ഉണ്ടായി. പിന്നെ പറയും ഗീതാ ജയന്തി. ആത്മാക്കളെ ജ്ഞാനം കേൾപ്പിക്കുന്നു. അപ്പോൾ ഗീതാ ജയന്തി ഉണ്ടായി.
കുട്ടികളായ നിങ്ങൾ ചിന്തിച്ച് ഉത്സവങ്ങളെ നമ്പർ വാരായി എഴുതണം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും തൻ്റെ ധർമ്മത്തിൽ ഉള്ളവരായിരിക്കും. ഓരോരുത്തർക്കും അവരുടെ ധർമ്മം പ്രിയപ്പെട്ടതായി തോന്നുന്നു. മറ്റു ധർമ്മത്തിൽ ഉള്ളവരുടെ കാര്യമേ ഇല്ല. ആർക്കെങ്കിലും മറ്റൊരു ധർമ്മം പ്രിയപ്പെട്ടതാണ് എങ്കിൽ പോലും അതിലേക്ക് വരാൻ സാധിക്കില്ല. സ്വർഗത്തിൽ മറ്റു ധർമ്മത്തിൽ ഉള്ളവർക്ക് വരാൻ സാധിക്കില്ല. വൃക്ഷത്തിൽ തീർത്തും സ്പഷ്ടമാണ്. ഏതെല്ലാം ധർമ്മം ഏതു സമയം വരുന്നുവോ പിന്നീട് ആ സമയം വരും. ആദ്യം ബാബ വരുന്നു. ആ ഒന്ന് വന്ന് രാജയോഗം പഠിപ്പിക്കുന്നു. അപ്പോൾ പറയും ശിവജയന്തി, പിന്നെ ഗീതാ ജയന്തി, പിന്നെ നാരായണ ജയന്തി. അതുണ്ടാകുന്നത് സത്യയുഗത്തിലാണ്. അതും എഴുതേണ്ടി വരും നമ്പർ അനുസരിച്ച്. ഇത് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളാണ്. ശിവജയന്തി എപ്പോൾ ഉണ്ടായി എന്നതും അറിയില്ല. ജ്ഞാനം കേൾപ്പിച്ചു. അതിനെയാണ് ഗീത എന്ന് പറയുന്നത്. പിന്നെ വിനാശവും ഉണ്ടാകുന്നു. ജഗദംബ തുടങ്ങിയവരുടെ ജയന്തിക്ക് ഹോളിഡേ ഇല്ല. മനുഷ്യർ ആരുടെയും തിഥിയും തീയതിയും മറ്റുമൊന്നും തികച്ചും അറിയുന്നില്ല. ലക്ഷ്മി നാരായണനും രാമനും സീതയും ഇവരുടെ രാജ്യത്തെ തന്നെ അറിയുന്നില്ല. 2500 വർഷത്തിനുള്ളിൽ ആര് വന്നുവോ അവരെ അറിയുന്നു. പക്ഷേ അതിനു മുമ്പ് ഉണ്ടായിരുന്ന ആദി സനാതന ദേവീ ദേവതാ ധർമ്മം, അത് വന്നിട്ട് എത്ര സമയമായി ഒന്നും തന്നെ അറിയുന്നില്ല. കൽപ്പം 5000 വർഷത്തേക്കാൾ വലുതാവുക സാധ്യമല്ല. പകുതി ഭാഗത്ത് അനേകം സംഖ്യ ആയിക്കഴിഞ്ഞു. ബാക്കി പകുതിയിൽ ഇവരുടെ രാജ്യമാണ്. പിന്നെ അധികം വർഷങ്ങളുടെ കൽപ്പമുണ്ടാവുക സാധ്യമല്ല. 84 ലക്ഷം ജന്മവും ഉണ്ടാവുക സാധ്യമല്ല. അവർ മനസ്സിലാക്കുന്നു കലിയുഗത്തിന്റെ ആയുസ് 1,00,000 വർഷങ്ങളാണ് എന്ന്. മനുഷ്യരെ അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടു. മുഴുവൻ ഡ്രാമയും 5000 വർഷത്തിൻ്റെത് എന്നതെവിടെ? കലിയുഗത്തെക്കുറിച്ച് മാത്രം ഇപ്പോൾ 40,000 വർഷം ബാക്കിയുണ്ട് എന്ന് പറയുന്നത് എവിടെ? യുദ്ധം നടക്കുമ്പോൾ മനസ്സിലാക്കും ഭഗവാൻ വരേണ്ടതാണ്. എന്നാൽ ഭഗവാൻ വരേണ്ടത് സംഗമത്തിലാണ്. മഹാഭാരത യുദ്ധം നടക്കുന്നത് തന്നെ സംഗമത്തിലാണ്. ബാബ പറയുന്നു, ഞാനും കൽപ്പകൽപ്പങ്ങളിൽ സംഗമയുഗത്തിൽ വരുന്നു. ബാബ വരും. പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയ്ക്കും പഴയ ലോകത്തിൻ്റെ വിനാശം ചെയ്യിക്കുന്നതിനും വേണ്ടി. പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ഉണ്ടാകുമ്പോൾ പഴയ ലോകത്തിൻ്റെ വിനാശം തീർച്ചയായും ഉണ്ടാകും. ഇതിനു വേണ്ടിയുള്ളതാണ് ഈ യുദ്ധം. ഇതിൽ ശങ്കറിൻ്റെ പ്രേരണയുടെയോ മറ്റോ കാര്യമൊന്നുമില്ല. പഴയ ലോകം ഇല്ലാതാകും എന്നത് അണ്ടർസ്റ്റുഡാണ്. കെട്ടിടങ്ങളും മറ്റും എർത്ത് ക്വേക്കിൽ എല്ലാം ഇല്ലാതാകും. കാരണം പുതിയ ലോകം ആവശ്യമാണ്. പുതിയ ലോകം തീർച്ചയായും ഉണ്ടായിരുന്നു. ഡൽഹി ദേവസ്ഥാനം ആയിരുന്നു. യമുനയുടെ തീരത്തായിരുന്നു. ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. ചിത്രവുമുണ്ട്. ലക്ഷ്മി നാരായണനെ സ്വർഗത്തിലേത് എന്ന് തന്നെ പറയും. കുട്ടികളായ നിങ്ങൾ സാക്ഷാത്കാരവും കണ്ടു എങ്ങനെയാണ് സ്വയംവരം നടക്കുന്നത് എന്ന്. ഈ പോയിന്റ്സ് എല്ലാം ബാബ റിവൈസ് ചെയ്യിക്കുന്നു. ശരി, പോയിന്റ്സ് ഓർമ്മ വരുന്നില്ല എങ്കിൽ ബാബയെ ഓർമ്മിക്കൂ. ബാബയെ മറന്നു പോകുന്നുവെങ്കിൽ ടീച്ചറിനെ ഓർമ്മിക്കൂ. പഠിപ്പിക്കുന്ന ടീച്ചറും തീർച്ചയായും ഓർമ്മ വരുമല്ലോ. ടീച്ചറും ഓർമ്മയുണ്ടായിരിക്കും, നോളജും ഓർമ്മയുണ്ടായിരിക്കും. ഉദ്ദേശവും ബുദ്ധിയിലുണ്ട്. ഓർമ്മ വെക്കേണ്ടി തന്നെ വരും. കാരണം നിങ്ങളുടേത് സ്റ്റുഡൻറ് ലൈഫ് ആണല്ലോ. ഇതും അറിയുന്നു. ആരാണ് നമ്മെ പഠിപ്പിക്കുന്നത്? ആ ഒന്ന് നമ്മുടെ അച്ഛനുമാണ്. ലൗകിക അച്ഛൻ മറന്നു പോകുന്നതൊന്നുമില്ല. ലൗകികം, പാരലൗകികം, പിന്നെ ഇത് അലൗകികമാണ്. ഇദ്ദേഹത്തെ ആരും ഓർമ്മിക്കുന്നില്ല.
ലൗകിക അച്ഛനിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. അന്തിമം വരെ ഓർമ്മയുണ്ടായിരിക്കും. ശരീരം ഉപേക്ഷിച്ചു പിന്നെ മറ്റൊരു പിതാവിനെ ലഭിക്കുന്നു. ഓരോ ജന്മത്തിലും ലൗകിക അച്ഛനെ ലഭിക്കുന്നു. പാരലൗകിക അച്ഛനെയും ദുഃഖത്തിലും സുഖത്തിലും ഓർമ്മിക്കുന്നു. കുട്ടിയെ ലഭിക്കുമ്പോൾ പറയും ഈശ്വരൻ കുട്ടിയെ നൽകി എന്ന്. ബാക്കി പ്രജാപിത ബ്രഹ്മാവിനെ എന്തിന് ഓർമ്മിക്കണം? ഇദ്ദേഹത്തിലൂടെ ഒന്നും ലഭിക്കുന്നില്ല. ഇദ്ദേഹത്തെ അലൗകികം എന്ന് പറയും. നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രഹ്മാവിലൂടെ ശിവബാബയിൽ നിന്നും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പഠിക്കുന്നത് പോലെ ഈ രഥവും നിമിത്തമായിരിക്കുന്നു. വളരെ ജന്മങ്ങളുടെ അന്തിമത്തിൽ ഇദ്ദേഹത്തിൻ്റെ ശരീരം തന്നെയാണ് രഥം ആയിരിക്കുന്നത്. രഥം എന്ന പേര് വെക്കേണ്ടി വരുന്നുവല്ലോ. ഇതാണ് പരിധിയില്ലാത്ത സന്യാസം. രഥം നിലനിൽക്കുക തന്നെ ചെയ്യുന്നു. ബാക്കിയുള്ളതിന് ലക്ഷ്യസ്ഥാനമില്ല. മുന്നോട്ട് പോകവേ പിന്നീട് ഓടിപ്പോകുന്നവരാകുന്നു. ഈ രഥമാണെങ്കിൽ ഡ്രാമയനുസരിച്ച് നിശ്ചയിക്കപ്പെട്ടതാണ്. ഇതിനെ ഭാഗ്യശാലി രഥം എന്ന് പറയുന്നു. നിങ്ങൾ എല്ലാവരെയും ഭാഗ്യശാലി രഥം എന്ന് പറയില്ല. ഭാഗ്യശാലി രഥമായി ഒന്നിനെയാണ് കണക്കാക്കുന്നത്. അതിൽ ബാബ വന്ന് ജ്ഞാനം നൽകുന്നു, സ്ഥാപനയുടെ കാര്യം ചെയ്യിക്കുന്നു. നിങ്ങൾ ഭാഗ്യശാലി രഥമല്ല. നിങ്ങളുടെ ആത്മാവ് ഈ രഥത്തിലിരുന്ന് പഠിക്കുന്നു. ആത്മാവ് പവിത്രമായി മാറുന്നു. അതിനാൽ ബലിഹാരി ഈ ശരീരത്തിൻ്റെതാണ്. ഇതിലിരുന്നാണ് പഠിപ്പിക്കുന്നത്. ഈ അന്തിമ ജന്മം വളരെ വാല്യുബിളാണ്. പിന്നെ ശരീരം മാറി നമ്മൾ ദേവതയായി മാറും. ഈ പഴയ ശരീരത്തിലൂടെ തന്നെയാണ് നിങ്ങൾ ശിക്ഷണം നേടുന്നത്, ശിവബാബയുടേതാകുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ നേരത്തെയുള്ള ജീവിതം വർത്ത് നോട്ട് എ പെന്നി ആയിരുന്നു. ഇപ്പോൾ പൗണ്ട് ആയിക്കൊണ്ടിരിക്കുന്നു. എത്ര പഠിക്കുമോ അത്രയും ഉയർന്ന പദവി നേടും. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഓർമ്മയുടെ യാത്രയാണ് മുഖ്യം. ഇതിനെ തന്നെയാണ് ഭാരതത്തിൻ്റെ പ്രാചീന യോഗം എന്ന് പറയുന്നത്. ഇതിലൂടെ നിങ്ങൾ പതീതത്തിൽ നിന്നും പാവനമാകുന്നു. സ്വർഗവാസി എല്ലാവരും ആകുന്നുണ്ട്. പിന്നെയുള്ളത് പഠനത്തിൻ്റെ ആധാരത്തിലാണ്. നിങ്ങൾ പരിധിയില്ലാത്ത സ്കൂളിൽ ഇരിക്കുന്നു. നിങ്ങൾ തന്നെ പിന്നെ ദേവതയാകും. നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഉയർന്ന പദവി ആർക്കാണ് നേടുവാൻ സാധിക്കുന്നത്. അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്തായിരിക്കേണ്ടതാണ്. മുൻപ് നമ്മളിലും ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരുന്നില്ല. ആസുരീയ മതത്തിലൂടെ ആയിരുന്നു. ഇപ്പോൾ ഈശ്വരീയ മതം ലഭിക്കുന്നു. ആസുരീയ മതത്തിലൂടെ നമ്മൾ ഇറങ്ങുന്ന കലയിൽ പോകുന്നു. ഈശ്വരീയ മതത്തിലൂടെ കയറുന്ന കലയിൽ പോകുന്നു. ഈശ്വരീയ മതം നൽകുന്നത് ഒരാളാണ്. ആസുരീയ മതം നൽകുന്നവർ അനേകമുണ്ട്. മാതാവ്, പിതാവ്, സഹോദരി, സഹോദരൻ, ടീച്ചർ, ഗുരു, എത്ര പേരുടെ മതം ലഭിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിൻ്റെ മതം ലഭിക്കുന്നു. അത് 21 ജന്മം ഉപയോഗത്തിൽ വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ശ്രീമത് അനുസരിച്ച് നടക്കേണ്ടതാണല്ലോ. എത്ര നടക്കുമോ അത്രയും ശ്രേഷ്ഠ പദവി നേടും. നടക്കുന്നത് കുറവാണെങ്കിൽ പദവിയും കുറവായിരിക്കും. ശ്രീമത് തന്നെ ഭഗവാന്റേതാണ്. ഉയർന്നതിലും ഉയർന്നത് ഭഗവാൻ തന്നെയാണ്. ആ ഒന്ന് കൃഷ്ണനെ ഉയർന്നതിലും ഉയർന്നത് ആക്കി മാറ്റി. പിന്നെ രാവണൻ താഴ്ന്നതിലും താഴ്ന്നതാക്കി. ബാബ വെളുപ്പാക്കുന്നു, പിന്നെ രാവണൻ കറുപ്പാക്കുന്നു. ബാബ സമ്പത്ത് നൽകുന്നു. അതാണെങ്കിൽ വൈസ്ലെസ് ആണ്. ദേവതമാരുടെ മഹിമ ഇങ്ങനെ പാടുന്നു, സർവഗുണ സമ്പന്നം. സന്യാസിമാരെ സമ്പൂർണ്ണ നിർവികാരി എന്ന് പറയില്ല. സത്യയുഗത്തിൽ ആത്മാവും ശരീരവും രണ്ടും പവിത്രമായിരിക്കുന്നു. ദേവതമാരെ എല്ലാവരും അറിയുന്നു. അവർ സമ്പൂർണ്ണ നിർവികാരി ആയത് കാരണം സമ്പൂർണ്ണ വിശ്വത്തിന്റെ അധികാരിയാകുന്നു. ഇപ്പോൾ അല്ല,
പിന്നീട് നിങ്ങളാകുന്നു. ബാബയും സംഗമയുഗത്തിൽ തന്നെയാണ് വരുന്നത്. ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണർ, ബ്രഹ്മാവിൻ്റെ കുട്ടികൾ നിങ്ങളേവരുമാണ്. ആ ഒന്ന് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ്. പറയൂ, പ്രജാപിത ബ്രഹ്മാവിൻ്റെ പേര് കേട്ടിട്ടില്ലേ? പരംപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെ തന്നെ ആയിരിക്കുമല്ലോ സൃഷ്ടി രചിക്കുക. ബ്രാഹ്മണ കുലം ഉണ്ട്. ബ്രഹ്മ മുഖവംശാവലികൾ സഹോദരി സഹോദരന്മാരായി. ഇവിടെ രാജാവിൻ്റെയും റാണിയുടെയും കാര്യമില്ല. ഈ ബ്രാഹ്മണ കുലം സംഗമയുഗത്തിൻ്റെ അല്പസമയം തുടരുന്നു. രാജധാനി പാണ്ഡവരുടേതുമില്ല, കൗരവരുടേതുമില്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 21 ജന്മം ശ്രേഷ്ഠ പദവിയുടെ അധികാരി ആകുന്നതിനായി എല്ലാ ആസുരീയ മതങ്ങളും ഉപേക്ഷിച്ച് ഒരേ ഒരു ഈശ്വരീയ മതമനുസരിച്ച് നടക്കണം. സമ്പൂർണ്ണ വൈസ്ലെസ് ആകണം. ഈ പഴയ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ബാബയുടെ ശിക്ഷണങ്ങൾ ധാരണ ചെയ്ത് ദേവതയാകണം. ഇതാണ് വളരെ വാല്യുബിളായ ജീവിതം. ഇതിൽ വർത്ത് പൗണ്ട് ആകണം. വരദാനം: സർവ ആത്മാക്കൾക്കും യഥാർത്ഥ അവിനാശി ആശ്രയം നൽകുന്ന ആധാര ഉദ്ധാരമൂർത്തിയായി ഭവിക്കട്ടെ. വർത്തമാന സമയത്ത് വിശ്വത്തിലെ 4 ഭാഗത്തും ഏതെങ്കിലുമൊക്കെ ചഞ്ചലതയുണ്ട്. ചിലയിടത്ത് മനസ്സിൻ്റെ അനേകം ടെൻഷൻ്റെ ചഞ്ചലതയുണ്ട്. ചിലയിടത്ത് പ്രകൃതിയുടെ തമോപ്രധാന വായുമണ്ഡലം കാരണം ചഞ്ചലതയുണ്ട്. അല്പകാലത്തെ സാധനങ്ങൾ സർവരെയും ചിന്തയുടെ ചിതയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ അല്പകാലത്തിൻ്റെ ആധാരത്തിൽ നിന്നും പ്രാപ്തികളിൽ നിന്നും വിധികളിൽ നിന്നും ക്ഷീണിതരായി വാസ്തവിക ആശ്രയം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ ആധാര ഉദ്ധാരമൂർത്തികളായ ആത്മാക്കൾ അവർക്ക് ശ്രേഷ്ഠ അവിനാശി പ്രാപ്തികളുടെ യഥാർത്ഥവും വാസ്തവികവും അവിനാശിയുമായ ആശ്രയത്തിൻ്റെ അനുഭൂതി ഉണ്ടാക്കിക്കൂ. സ്ലോഗൻ: സമയം അമൂല്യ ഖജനാവാണ്. അതിനാൽ ഇതിനെ നഷ്ടപ്പെടുത്തുന്നതിന് പകരം ഉടൻ നിർണയം നടത്തി സഫലമാക്കൂ. അവ്യക്ത സൂചന: ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപമാക്കൂ. ഏതുപോലെ സൂര്യൻ്റെ കിരണങ്ങൾ വ്യാപിക്കുന്നുവോ അതേപോലെ തന്നെ മാസ്റ്റർ സർവശക്തിവാന്റെ സ്റ്റേജിൽ ശക്തികളും വിശേഷതകളുമാകുന്ന കിരണങ്ങൾ 4 ഭാഗത്തും വ്യാപിക്കുന്നത് അനുഭവിക്കണം. ഇതിനു വേണ്ടി ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ വിഘ്നവിനാശക ആത്മാവാണ്. ഈ സ്വമാനത്തിൻ്റെ സ്മൃതിയുടെ സീറ്റിൽ സ്ഥിതി ചെയ്ത് കാര്യങ്ങൾ ചെയ്യൂ. അപ്പോൾ വിഘ്നം മുന്നിൽ പോലും വരികയില്ല. മെഡിറ്റേഷൻ. ബാഹ്യ ലോകത്തിലെ അന്യ സങ്കല്പങ്ങളിൽ നിന്നും മനസ്സിനെ അല്പനിമിഷത്തേക്ക് വേർപെടുത്തി ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. ഇരുപുരിക മധ്യത്തിൽ തിളങ്ങുന്ന ചൈതന്യ നക്ഷത്രമായി സ്ഥിതി ചെയ്യുന്ന ആത്മസ്വരൂപത്തിൽ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ എൻ്റെ ശുദ്ധവും ശാന്തവുമായ നൈസർഗിക ഗുണം എനിക്ക് അനുഭവപ്പെടുന്നു. ശുദ്ധവും ശാന്തവുമായ ഈ അവസ്ഥയിൽ അല്പ
അല്പസമയം സ്ഥിതി ചെയ്യൂ. കൽപ്പത്തിന് ശേഷം പ്രാപ്തമായിരിക്കുന്ന പരമാത്മാ സംഘത്തിൻ്റെ ശ്രേഷ്ഠ ഭാഗ്യം നേടുന്നതിനായി ഞാൻ എൻ്റെ മനസ്സിനെ ആ ദിവ്യ ധാമത്തിലേക്ക് സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ ആത്മഗ്രഹമായ പരമധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. സർവത്ര സ്വീറ്റ് സൈലൻസ് നിറഞ്ഞ, സർവത്ര ശാന്തത നിറഞ്ഞ ഈ ജ്യോതി ദേശത്തിൽ ഞാൻ സമ്പൂർണ്ണ സ്വതന്ത്ര അവസ്ഥ, മുക്ത അവസ്ഥ അനുഭവിക്കുന്നു. പരമധാമത്തിൽ ഇപ്രകാരം സ്ഥിതി ചെയ്യുമ്പോൾ അതിദിവ്യവും അതിതേജസ്വിയുമായ പരമാത്മാ സ്വരൂപം കാണുമ്പോൾ ആ സർവശക്തിവാന്റെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ മുഴുകുന്നു. പരമജ്യോതി സ്വരൂപമായ സർവശക്തിവാനായ പരമാത്മാവിൻ്റെ ഈ ശ്രേഷ്ഠ സംഘത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സൂര്യകിരണങ്ങൾ ഇരുളിനെ മാറ്റുന്നത് പോലെ പരമാത്മാ തേജസ്വി കിരണങ്ങൾ പൂർവ കർമ്മ ബന്ധനങ്ങളെ സമാപ്തം ആക്കുന്നു. ശക്തിയുടെയും ശാന്തിയുടെയും ദിവ്യമായ സ്നേഹത്തിൻ്റെയും അലകൾ എന്നെ സ്പർശിക്കുന്നു. ഈ ശ്രേഷ്ഠമായ പരമാത്മാ സംഘത്തിലൂടെ എന്നിൽ സർവ ഈശ്വരീയ ഗുണങ്ങളുടെയും ശക്തികളുടെയും ഖജനാവുകൾ നിറയുന്നു. ഈ സമ്പന്ന അവസ്ഥയിൽ, സംതൃപ്ത അവസ്ഥയിൽ പരമാത്മാ സ്മൃതിയുടെ സ്വരൂപമായി വീണ്ടും ഞാൻ ദേഹമാകുന്ന രഥത്തിൽ സാരഥിയായി, കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയായി സ്ഥിതി ചെയ്യുന്നു.